ശോഭ എന്തി? ചേച്ചി തലവേദനയായിട്ട് മോളി കിടക്കുക. ആ, നീ ഉള്ളത് വെള്ളം എടുത്തേ. സാർ, വെള്ളം. ഒരു പ്രത്യേക അറിയിപ്പ്. ഈ ഫോട്ടോയിൽ കാണുന്ന 30 വയസ്സ് പ്രായമുള്ള മാധവൻകുട്ടി എന്ന വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തടവ് പുള്ളി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വിയൂർ സെൻട്രൽ ജയിലിൽ നിന്നും തടവ് ചാടിയിരിക്കുന്നു. 6 അടി ഉയരവും വെളുത്ത നിറവുമുള്ള ഇയാളെക്കുറിച്ച് എന്തെങ്കിലും അറിവ് ലഭിക്കുന്നവർ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക. ഇയാൾ ഒരു ദിവസം രാത്രി ഇവിടെ വന്നിരുന്നല്ലോ. ഇവിടെ വന്നിരുന്നു? അതെ സാറേ, മുകളിൽ നിന്ന് ശോഭ ചേച്ചിയെ സംസാരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ ഇവിടെ വന്നിരുന്നോ? ആര്? ആ മാധവൻകുട്ടി. നിന്നോടാ ചോദിച്ചത്. വന്നിരുന്നു. കുറ്റവാളിയായ കാമുകൻ അഭയം കൊടുക്കാൻ പോലീസുകാരനായ ഭർത്താവിന്റെ വീട് തന്നെ തിരഞ്ഞെടുത്ത നിന്റെ ബുദ്ധി അപാരം തന്നെ. നന്ദേട്ടാ, മാധവേട്ടൻ എന്നെ കാണാൻ വന്നതല്ല, പോലീസിനെ ഭയന്ന് ഇവിടെ ഓടിക്കയറിയതാണ്. പഴയൊരു ബന്ധത്തിന്റെ പേരിൽ ഭാര്യ അനാവശ്യമായി സംശയിക്കുന്ന ഒരു ഭർത്താവല്ല ഞാൻ. പക്ഷെ ഞാൻ ഇല്ലാത്ത സമയത്ത്, പ്രത്യേകിച്ച് രാത്രിയിൽ, കാമുകനെ സ്വീകരിക്കുന്ന ഒരു ഭാര്യയെ ടോളറേറ്റ് ചെയ്യാൻ എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. ദയവായി നന്ദേട്ടൻ എന്നെ വിശ്വസിക്കണം. ഈ താലി കഴുത്തിൽ വീണ അന്നു മുതൽ എന്റെ മനസ്സിൽ ഒരാളേ ഉള്ളൂ, അത് നന്ദേട്ടനാണ്. അങ്ങനെയാണെങ്കിൽ അവൻ ഇവിടെ വന്ന കാര്യം നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? പല പ്രാവശ്യം പറയണമെന്ന് ആഗ്രഹിച്ചതാണ്, പക്ഷേ എന്തുകൊണ്ടോ എന്റെ മനസ്സ് വിലക്കി. നന്ദേട്ടാ, മാധവേട്ടൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല, സത്യം. ഓഹോ, അത് ശരി. ഇപ്പോഴും നീ അവന് വേണ്ടി വാദിക്കാണല്ലേ? എടീ, ഒരുത്തനെ മനസ്സിൽ സൂക്ഷിച്ച് വേറൊരുത്തന് താലി കെട്ടാൻ കഴുത്ത് നീട്ടി കൊടുക്കുന്നത് നിനക്കൊരു ഫാഷൻ ആയിരിക്കും. പക്ഷെ ജീവിതം ഒരു ഫാഷൻ പരേഡായി കാണാൻ മാത്രം വിശാല മനസ്കനൊന്നും അല്ല ഞാൻ. നന്ദേട്ടൻ കുറച്ചുകൂടി മാന്യമായി സംസാരിക്കണം. ഒരിക്കൽ മാധവേട്ടനെ സ്നേഹിച്ചിരുന്നു എന്ന ഒരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിനില്ലാത്ത അർത്ഥങ്ങൾ ഉണ്ടാക്കി. ഇല്ലാത്ത അർത്ഥങ്ങളോ? എന്റെ ഭാര്യ എന്നെ മാത്രമേ സ്നേഹിക്കാവൂ എന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധാരണ ഭർത്താവാണ് ഞാൻ, അല്ലാതെ. എന്നെങ്കിലും ഒരിക്കൽ ഇതുപോലെ പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടി വരുമെന്ന് അറിയാവുന്നത് കൊണ്ട് വിവാഹരാത്രി തന്നെ എല്ലാം തുറന്നു പറയാൻ ഞാൻ ശ്രമിച്ചത്. പക്ഷെ അന്നത് കേൾക്കാൻ നന്ദേട്ടൻ തയ്യാറായില്ല. എന്നിട്ടിപ്പോ ഇരുന്നോളൂ. ഒറ്റക്കിരുന്ന് മുഷിഞ്ഞല്ലേ? ഒറ്റ മോനായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കണം. ഫ്രണ്ട്സൊക്കെ ഇപ്പോഴാ പോയത്. താനെന്താ ഒന്നും മിണ്ടാത്തത്? എന്തു പറ്റി? സുഖമില്ലേ? ഞാനൊരു കാര്യം പറഞ്ഞ എന്നോട് ദേഷ്യം തോന്നോ? ദേഷ്യോ? അത് കൊള്ളാം. ദേ, കരഞ്ഞും പിടിച്ചും ഇന്നത്തെ ദിവസത്തിന്റെ മൂഡ് കളയരുത്. താൻ എന്താ പറയാൻ പോകുന്നെന്ന് എനിക്കറിയാം. കല്യാണത്തിന് മുമ്പ് തനിക്കൊരു ലവ് അഫെയർ ഉണ്ടായിരുന്നെന്നും വീട്ടുകാരുടെ നിർബന്ധം കൊണ്ടാണ് ഇതിന് സമ്മതിച്ചതെന്നും അങ്ങനെയൊക്കെ അല്ലേ? ശോഭേ, കല്യാണത്തിന് മുമ്പ് ഒരു അനുരാഗ കഥയെങ്കിലും പറയാനില്ലാത്ത ഒരാണോ പെണ്ണോ ഉണ്ടാവൂ? തന്നെ കുറിച്ച് അത്യാവശ്യം വേണ്ട ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ലെങ്കിലും തൊഴിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിലല്ലേ. ഫസ്റ്റ് നൈറ്റിൽ നവവധുവിന്റെ കണ്ണ് നിറയുന്നത് നല്ലതാണെന്ന് ഫ്രണ്ട്സ് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നീടുള്ള ദിനങ്ങൾക്ക് നിറപ്പകെട്ട് കൂടുമല്ലോ. കഴിഞ്ഞ കാര്യങ്ങളൊന്നും പറഞ്ഞിരിക്കാനുള്ള സമയമല്ലെന്ന് നമുക്ക് വേറെ എന്തൊക്കെയോ പറയാൻ കിടക്കുന്നു. എനിക്ക് വല്ലാത്ത തലവേദന. ടെൻഷൻ കൊണ്ടായിരിക്കും. വല്ല വിക്സോ അമൃതാഞ്ജനോ പറ്റണോ? വേണ്ട. എന്നാ കിടന്നോളൂ. കിടന്നോളൂ. സാർ, ചേച്ചി താഴെ കിടന്ന് കരയുന്നു. എന്താ ഇത്? എല്ലാരും മരണ വീട്ടിൽ നിൽക്കുന്നത് പോലെ. എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയടോ സുകുമാരല്ലേ. റിട്ടയർ ചെയ്യാൻ ഇനി കുറച്ച് വർഷങ്ങളല്ലേ ഉള്ളൂ. അതിനു മുമ്പ് ഒരു സസ്പെൻഷൻ. സാരല്ല സാർ, ഞാൻ ചെയ്തത് തെറ്റാണ്. എന്നാലും മനസ്സിനൊരു സുഖമുണ്ട്. ഒരു നിരപരാധി രക്ഷപ്പെട്ടല്ലോ, അത് മതി. താനിടയ്ക്കിടയ്ക്ക് ഞങ്ങളെയൊക്കെ കാണാൻ വരണം. നിങ്ങൾ വിഷമിക്കണ്ട. വിധിയുണ്ടെങ്കിൽ ഞാൻ ഇനി ഇവിടെ തന്നെ വരും. വരട്ടെ. കറിക്കോളൂ.